കുറേ നേരം വെയിലായിരുന്നു. ഇപ്പം മഴ പെയ്യാനായിട്ട് നിൽക്കുവാണ്. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. പനിയായിരുന്നു. ഇന്ന് കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചാടിയേറ്റതാണ് കേട്ടോ. ഇന്നലെ ഒന്നും വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആരുമില്ല, ആർക്കൊന്നും ചോദിക്കാനൊന്നും ഇല്ലേ? പറഞ്ഞോളൂ, എല്ലാവരും ചോദിച്ചോളൂ എന്തിനെക്കുറിച്ചാണ് പറയണ്ടേന്ന്. ആകെ ഒരു മൂഡ് ഓഫ് ആയിട്ടായിരിക്കുന്നത്. സുഖമില്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ അധികം ഒന്നും പറയാത്തത്. മാക്സ് കുമാർ, ഹലോ ജി, ഹായ്. എന്നാണ്ട് വിശേഷം? അത് നെറ്റ്വർക്ക് അതുകൊണ്ട് BSNLൻ്റെ സിമ്മാണ്. അപ്പോൾ അത് നെറ്റ്വർക്ക് കട്ടായി പോകുന്ന കേട്ടോ. ഒന്നവരെല്ലാവരും പോയോ? ഹലോ, പോയോ എല്ലാവരും? ഇന്ന് എല്ലാവർക്കും അവധിയായിരുന്നായിരിക്കും അല്ലേ? എല്ലാവരും വീട്ടിൽ കാണുമായിരിക്കുമല്ലോ ഇന്ന്. എല്ലാവരും വിശ്രമിക്കുമായിരിക്കും അല്ലേ? ഞാൻ എന്താ ഇങ്ങനെ ഈ അച്ചടി ഭാഷയെ സംസാരിക്കുന്നത് എല്ലാവരും ഓർക്കുന്നത്? എനിക്കിപ്പോൾ കുറച്ച് എന്താ പറയുക, നമ്മുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കില്ല. അതുപോലെയാട്ടോ ഞാൻ സംസാരിക്കുന്നത്. എത്ര ദിവസം പറ്റിയാലാതെ കിടക്കുമായിരുന്നു. അപ്പം ആ ഒരു കണ്ടിന്യൂറ്റി പോയി കേട്ടോ. ആ ഒരു ചിലപ്പോൾ അങ്ങോട്ട് നിന്നുപോയി. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ ഒരു ഇത് തോന്നുമായിരിക്കും. മാക്സിമം ആൾക്കാർ ഇറങ്ങി പോകാനായിട്ടോ നോക്കുന്നത്. കണ്ടു കഴിയുമ്പോഴത്തേക്കും സ്ഥലത്തും, കാരണം ഈ നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ BSNLൻ്റെ സിമ്മാണ്. ഹലോ, ആർക്കൊന്നും പറയാനൊന്നും ഇല്ലേ? നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ 1.5 മണിക്കൂർ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കും. ആരെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. വെട്ടം കേൾക്കുന്നില്ല. ഫാൻ ഓൺ ആക്കിയിട്ടേക്കുമായിരിക്കും. ഞാൻ ഫാൻ ഓഫ് ആയിട്ട് വരാം. രാജേഷ് സംസാരിച്ചിട്ടുണ്ട്. ഹായ് രാജേഷ്, എന്നാ ഉണ്ട് വിശേഷങ്ങൾ? കേൾക്കാമോ? ഇപ്പോൾ ഞാൻ ഫാൻ ഓഫാക്കി, ലൈറ്റ് ഇട്ടു. എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ? ഫുഡെല്ലാം കഴിച്ചോ? ഫുഡ് കഴിച്ചോ? സുഖമായി പോകുന്നു. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലേ? ഞാൻ കേൾക്കുന്നില്ലെന്ന് ഓർത്താട്ടോ ഇരുന്നത്. ആ ഫുഡൊക്കെ കഴിച്ചു. എന്നാ വിശേഷങ്ങളൊക്കെ? മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ട്? രാജേഷിൻ്റെ സ്ഥലം എവിടെയാണ്? ഹലോ, ട്രിവാൻഡ്രം. ഓക്കെ ഓക്കെ. മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ട്?